നമസ്കാരം. ഇന്ന് നമ്മൾ സൗന്ദര്യലഹരി എന്ന അത്ഭുതകരമായ സ്തോത്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. കേൾക്കാൻ തയ്യാറാണോ? ദിവ്യമായ സ്ത്രീത്വത്തെ, ആ ശക്തിയെ ആഘോഷിക്കുന്ന ഈ സ്തോത്രത്തിന്റെ കാതലായ സന്ദേശം എന്താണെന്ന് നമുക്ക് നോക്കാം. സൗന്ദര്യലഹരിയുടെ തുടക്കം തന്നെ വളരെ ശക്തമായൊരു ആശയത്തിൽ നിന്നാണ്. ശിവനും ശക്തിയും. ശിവനെന്ന് പറയുന്നത് ശുദ്ധമായ ബോധമാണ്, എല്ലാത്തിനും അതീതമായ ആ യാഥാർത്ഥ്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ശക്തിയില്ലെങ്കിൽ ശിവനൊരനക്കം പോലുമില്ല. പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന, എല്ലാത്തിനും ജീവൻ നൽകുന്ന ആ ദിവ്യമായ ഊർജമാണ് ശക്തി. ഈ ഒരു വരി ശിവ ശക്തിയായുക്തോ, ഇതാണ് സൗന്ദര്യലഹരിയുടെ ആത്മാവ് എന്ന് തന്നെ പറയാം. അതായത് ശിവൻ ശക്തിയോട് ചേരുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിവുണ്ടാകുന്നുള്ളൂ. ശക്തിയില്ലെങ്കിൽ ശിവൻ ശവം പോലെ നിശ്ചലനാണ്. അപ്പോൾ ഈ ബോധവും ഊർജവും തമ്മിലുള്ള കൂടിച്ചേരലാണ് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അടിസ്ഥാനം. അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ദേവന്മാരുടെ ശക്തിയുടെ ഉറവിടം മുതൽ നമ്മുടെ ഉള്ളിലെ ശക്തിയെക്കുറിച്ചും അവസാനം ഇവയെല്ലാം ഒന്നായിത്തീരുന്ന ആ പരമമായ സത്യത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ആദ്യം തന്നെ നമുക്ക് ഈ ദിവ്യമായ ഊർജം, അതായത് ശക്തി, എത്രത്തോളം വലുതാണെന്ന് നോക്കാം. ഇത് വെറുതെ ശിവനെ ചലിപ്പിക്കുന്നൊരു ശക്തി മാത്രമല്ല, മറിച്ച് എല്ലാ ദേവന്മാർക്കും പിന്നിലെ ശക്തിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും ഹരനും, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവ ചെയ്യുന്നവർ, അവർക്ക് അതിനുള്ള കഴിവ് എവിടെ നിന്ന് കിട്ടുന്നു? സൗന്ദര്യലഹരി പറയുന്നത് ദേവിയുടെ പാദങ്ങളിലെ ഒരു തരിപ്പൊടിയിൽ നിന്നാണ് അവർക്ക് ഈ ശക്തിയെല്ലാം ലഭിക്കുന്നതെന്നാണ്. അവിശ്വസനീയമല്ലേ? ഇവിടെയാണ് ദേവിയുടെ ശക്തിയുടെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്. സാധാരണ ദേവന്മാർ അവരുടെ കൈകൾ കൊണ്ടാണ് അനുഗ്രഹം നൽകുന്നത്, അല്ലേ? എന്നാൽ 4-ാം ശ്ലോകത്തിൽ പറയുന്നു, ദേവിയുടെ പാദങ്ങൾക്ക് മാത്രം മതി നമ്മളെ സംരക്ഷിക്കാനും നമ്മൾ ചോദിക്കുന്നതിലും അപ്പുറം ആഗ്രഹങ്ങൾ സാധിച്ചു തരാനും. അപ്പോൾ എല്ലാ ശക്തികളുടെയും ഉറവിടം ദേവി തന്നെയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ദേവിയുടെ ആ ഒരു അമൂർത്തമായ ശക്തിയെക്കുറിച്ചാണ്. ഇനി നമുക്കതിൻ്റെ ഒരു ദൃശ്യരൂപത്തിലേക്ക് വരാം. പ്രപഞ്ചത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീചക്രത്തിലേക്ക്. അപ്പോ എന്താണ് ഈ ശ്രീചക്രം? ഇത് വെറുമൊരു ചിത്രം അല്ലെങ്കിൽ ചിഹ്നം മാത്രമല്ല. ഇത് ശിവശക്തി തത്വങ്ങൾ എങ്ങനെയാണ് പ്രപഞ്ചമായി മാറുന്നത് എന്ന് കാണിക്കുന്ന ഒരു ദിവ്യമായ ഭൂപടമാണ്. ശരിക്കും പറഞ്ഞാൽ ദേവിയുടെ വാസസ്ഥലം തന്നെയാണ് ശ്രീചക്രം. കാണുമ്പോൾ വളരെ സങ്കീർണമായി തോന്നാമെങ്കിലും ഇതിന്റെ ഘടന വളരെ മനോഹരമാണ്. നടുവിലൊരു ബിന്ദു, അതിനു ചുറ്റും 9 ത്രികോണങ്ങൾ, പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 43 ചെറിയ ത്രികോണങ്ങൾ, താമരയിതളുകൾ, അങ്ങനെ 9 പാളികളുണ്ടിതിന്. ഓരോ പാളിക്കും, അതായത് നവാവരണങ്ങൾക്കും അതിൻ്റേതായ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഈ ആശയം വെറുമൊരു പുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ആരാധനയുടെ ഒരു ഭാഗമാണ്. ശൃംഗേരി പോലുള്ള ക്ഷേത്രങ്ങളിൽ ശ്രീചക്രത്തെ ഇന്നും ആരാധിച്ചു വരുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നിന്ന് ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കാം. കാരണം ഈ പ്രപഞ്ചശക്തിയുടെ ഒരു ചെറിയ രൂപം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെയെല്ലാം ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ശക്തിയുണ്ട്. അതിനെയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. ഒരു സർപ്പത്തെപ്പോലെ നമ്മുടെ നട്ടെല്ലിന്റെ താഴെയായി ചുരുണ്ടുകിടക്കുന്ന ഈ ഊർജം മഹാശക്തിയുടെ തന്നെ ആന്തരിക രൂപമാണ്. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി എങ്ങനെയാണ് ഉണർന്ന് മുകളിലേക്ക് യാത്ര ചെയ്യുന്നത്? അത് ശരീരത്തിലെ 6 ഊർജ കേന്ദ്രങ്ങളിലൂടെ, അതായത് ചക്രങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഭൂമിയിൽ നിന്ന് തുടങ്ങി ജലം, അഗ്നി, വായു, ആകാശം വഴി അവസാനം മനസ്സിലെത്തുന്നൊരു യാത്രയാണിത്. ഈ യാത്രയുടെ അവസാനം എന്താണ്? ഈ ആന്തരിക ഊർജം നമ്മുടെ തലയുടെ മുകളിലുള്ള സഹസ്രാര ചക്രത്തിലെത്തി അവിടെയുള്ള പരമമായ ബോധവുമായി ഒന്നിക്കുന്നു. അതായത് ശക്തി ശിവനുമായി ഒന്നിക്കുന്നതിൻ്റെ ഒരു സൂക്ഷ്മരൂപം നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നു. ഇനി സൗന്ദര്യലഹരിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. സൗന്ദര്യം. ഇത് വെറുമൊരു ബാഹ്യ സൗന്ദര്യമല്ല, മറിച്ച് ദേവന്മാരെപ്പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ദിവ്യശക്തിയാണ്. ഇതൊന്ന് മനസ്സിലാക്കാൻ ഒരു കഥയുണ്ട്, മോഹിനിയുടെ കഥ. ദേവിയുടെ ശക്തിയാൽ രൂപം കൊണ്ട ആ ദിവ്യ സൗന്ദര്യത്തിന് മഹായോഗിയായ ശിവനെപ്പോലും ആകർഷിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അത്രയ്ക്കുണ്ട് ആ സൗന്ദര്യത്തിന്റെ ശക്തി. ദേവിയുടെ സൗന്ദര്യം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ അത് പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിൽ ശിവനായി മാറുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് സ്വർഗത്തിലെ അപ്സരസുകൾ പോലും തിരിച്ചറിയുന്നു. അപ്പോൾ അതൊരു സാധാരണ സൗന്ദര്യമല്ല, മറിച്ചൊരു ആത്മീയ ലക്ഷ്യം തന്നെയാണ്. അപ്പം നമ്മൾ ശിവനെ കണ്ടു, ശക്തിയെ കണ്ടു, പ്രപഞ്ചമായും നമ്മുടെ ഉള്ളിലെ ശക്തിയായും അവരെ മനസ്സിലാക്കി. ഇനി ഇവ രണ്ടും ഒന്നാകുന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, ഈ യാത്രയുടെ പാരമ്യത്തിലേക്ക് കടക്കാം. ഈയൊരു പ്രസ്താവന നോക്കൂ, ശരീരം ത്വം ശംഭോഃ, അതായത് നീ ശംഭുവിന്റെ ശരീരമാകുന്നു. ഇതൊരു സാധാരണ പ്രസ്താവനയല്ല. ദേവി ശിവനിൽ നിന്ന് വേറിട്ട ഒരാളല്ല,
മറിച്ച് ശിവന്റെ ശരീരം തന്നെയാണെന്ന് പറയുമ്പോൾ അത് സമ്പൂർണമായ ഒരു ലയനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ ചോദ്യം വരുന്നു, ഇവർ രണ്ടാണോ അതോ ഒന്നാണോ? എന്താണീ അന്തിമമായ ഐക്യത്തിന്റെ ആശയം? ഇതിനുള്ള ഉത്തരമാണ് അർദ്ധനാരീശ്വരൻ എന്ന സങ്കല്പം. പകുതി ശിവനും പകുതി ശക്തിയും. അതായത് അവർ രണ്ടല്ല, പുരുഷനും സ്ത്രീയും, ബോധവും ഊർജവും. ഇവയെല്ലാം ഒരൊറ്റ യാഥാർത്ഥ്യത്തിന്റെ രണ്ട് മുഖങ്ങൾ മാത്രമാണ്. ഇതാണ് ആത്യന്തികമായ സത്യം. ഈ ഏകീകൃത യാഥാർത്ഥ്യത്തിന്റെ സൗന്ദര്യവും ശക്തിയും ബോധവുമെല്ലാം ദേവിയുടെ ഈ ദിവ്യരൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഒന്നായി ചേർന്ന ഒരു പൂർണ്ണത. ഇത്രയും വലിയ തത്വങ്ങളൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? 27-ാം ശ്ലോകം അതിനൊരു എളുപ്പവഴി പറയുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഒരു സമർപ്പണമായി കണ്ടാൽ മതി. നമ്മുടെ സംസാരം ജപമാകുന്നു, നടത്തം പ്രദക്ഷിണമാകുന്നു, ഭക്ഷണം പോലും ഹോമമായി മാറുന്നു. അങ്ങനെ ജീവിതം തന്നെ ഒരു ആരാധനയായി മാറുന്നു. അപ്പോ സൗന്ദര്യലഹരി നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു സമർപ്പണമായാൽ, നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായാൽ, നമ്മുടെ ലോകം, നമ്മുടെ പ്രപഞ്ചം എങ്ങനെയായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.